ലൈഫ് ഏറ്റവും കൂടുതൽ ഫങ്ഷൻ ചെയ്യുന്നത് മോർ കോംപ്ലക്സ് ആയിട്ടുള്ള അറ്റോമിക് സ്ട്രക്ചറുകളുള്ള ലിവിങ് ബീയിങ്സിലാണ് എന്ന് കഴിഞ്ഞ വീഡിയോയിലൂടെ നമ്മൾ നോക്കി. കൂടാതെ നമ്മളുടെ ആ ഒരു മനസ്സിനെ, മൈൻഡ്, ഇൻ്റലക്ച്വൽ അല്ലെങ്കിൽ നമ്മളുടെ ജഡ്ജ്മെൻ്റൽ മൈൻഡിനെ നമ്മൾ ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് എങ്ങനെ നമുക്ക് ഒരു ലൈഫിലൂടെ ഒരു ഫ്ലോ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നമ്മളിപ്പോൾ ഒരു സഫറിങ്ങിലാണ് എങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ സഫർ ചെയ്യുന്നത് എല്ലാവരും മെൻ്റലി ആണ്. ഫിസിക്കലി നമ്മൾ സഫർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ആളുകളും സഫർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു പ്രോബ്ലം മെൻ്റലി സഫറിങ് ആണ്. അത് പലപ്പോഴും നമുക്ക് പുറത്തേക്ക് അറിയാറില്ല എന്ന് മാത്രം. നമ്മൾ ഉള്ളിൽ തന്നെ അതിനെ ഒതുക്കുന്നു. ആ മെൻ്റൽ സഫറിങ്ങിനെ നമ്മളുടെ ഉള്ളിൽ തന്നെ ഒതുക്കിക്കൊണ്ടിരിക്കുന്നു. അത് പിന്നീട് ഫിസിക്കലി നമ്മൾക്ക് അതൊരു അസുഖമായിട്ട് നമ്മളിലൂടെ തന്നെ അത് പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു മെൻ്റൽ സഫറിങ്ങിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ പലപ്പോഴും നമുക്ക് അതിനെ മറികടക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. സഫറിങ് വളരെ ഹാർഡായിട്ട് നമ്മളുടെ മനസ്സിനെ തളർത്തി കളയുന്ന രീതിയിൽ, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സഫറിങ്ങിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് എങ്ങനെ നമ്മളുടെ മനസ്സിനെ പെട്ടെന്ന് തന്നെ നമ്മളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഡിറ്റാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് എങ്ങനെ അതിനെ ഉപയോഗപ്പെടുത്താം, മനസ്സിനെ നമ്മളുടെ നിയന്ത്രണത്തിലേക്ക് നമുക്ക് എങ്ങനെ പെട്ടെന്ന് തന്നെ കൊണ്ടുവരാം എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ചാണ്. വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ കൈ എന്ന് ഞാൻ പറയുമ്പോൾ എൻ്റെ കൈ എൻ്റെ ആഗ്രഹപ്രകാരം ഉള്ള ആവശ്യങ്ങൾക്കാണ് അത് പ്രവർത്തിക്കുള്ളൂ. അപ്പോൾ എൻ്റേത് എന്ന്, എൻ്റെ ശരീരത്തിൻ്റെ എന്ന് ഞാൻ അതിലേക്ക് കണക്റ്റഡാണ് എൻ്റെ കൈ, അല്ലെങ്കിൽ എൻ്റെ കാല്, എൻ്റെ കണ്ണ്. അപ്പോൾ എൻ്റേതായിട്ടുള്ള എന്തും പ്രവർത്തിക്കുമ്പോൾ എനിക്ക് നന്മ ചെയ്യുന്ന രീതിയിലാണ്, അല്ലെങ്കിൽ എൻ്റെ ഫേവർ നോക്കിയിട്ടാണ് അത് പ്രവർത്തിക്കുക, എൻ്റെ അനുവാദത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ എനിക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആണ് അത് പ്രവർത്തിക്കുക, എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണത് പ്രവർത്തിക്കുക. അതേപോലെ തന്നെയാണ് മനസ്സ് എന്ന് പറയുന്നത് ബോധത്തിൻ്റെ, അതായത് യഥാർത്ഥ ഞാൻ എന്നതിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം, എൻ്റെ ആത്മാവ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ എൻ്റേതായി കഴിഞ്ഞാൽ പിന്നെ അത് എൻ്റെ നിയന്ത്രണത്തിലായിരിക്കണമല്ലോ. എൻ്റെ എന്ന് ഞാൻ പറയുമ്പോൾ ശരീരമല്ല, അത് ബോധത്തിൻ്റെ, അതായത് നമ്മളുടെ ഉള്ളിലുള്ള യഥാർത്ഥ ഞാൻ എന്നതിൻ്റെ ആ അവകാശി, അതായത് നമ്മളുടെ എല്ലാ ശരീരത്തിനെയും വിറ്റ്നസ് ചെയ്യുന്ന ആ ഒരു അവെയർനെസ്, ആ കോൺഷ്യസ്നെസ്, ആ ബോധം, അതാണ് എൻ്റെ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 7 ശരീരങ്ങളിലൂടെ 7 കോൺഷ്യസ്നെസ്സിലൂടെ നമ്മളുടെ ഈ ഒരു ബോധത്തിൻ്റെ ശരീരം പല യൂണിവേഴ്സിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട് പല ദിവസങ്ങളിലും. നമുക്ക് ഫിസിക്കൽ അന്നമയ ബോഡി, അതായത് ഫിസിക്കൽ ബോഡി നമ്മൾക്ക് കണ്ണുള്ളത് കൊണ്ട് ഫിസിക്കൽ യൂണിവേഴ്സിനെ ദർശിക്കാൻ സാധിക്കും. പക്ഷേ മറ്റുള്ള 6 യൂണിവേഴ്സിലും നമുക്ക് ഇന്ദ്രിയങ്ങളില്ല. അപ്പോൾ അവിടെ നമുക്ക് കണ്ണില്ല, കാഴ്ചയില്ല, ആ ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനും സാധിക്കില്ല. അപ്പോൾ ഫിസിക്കൽ യൂണിവേഴ്സിൽ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെ എല്ലാം എനർജി, പ്രകാശ വേർഷനുകൾ ആ മാനസിക തലത്തിലുള്ള ആ ലോകങ്ങളിലും ഉണ്ട്, മെൻ്റൽ പ്ലെയിനിലും ഉണ്ട്, സൈക്കോളജിക്കൽ പ്ലെയിനിലും ഉണ്ട്. അതെല്ലാം അതർ ഡയമെൻഷനിലുള്ള ആ ഒരു യൂണിവേഴ്സ് തന്നെയാണ്. അപ്പോൾ ഫിസിക്കൽ യൂണിവേഴ്സിൽ അറ്റോമിക് സ്ട്രക്ചറിലാണ്, അറ്റോമിക് ആയിട്ടുള്ള ഒരു അറേഞ്ച്മെൻറ്റ്സ് ആണ് എങ്കിൽ മറ്റുള്ള യൂണിവേഴ്സുകളിൽ അറ്റോമിക് ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സ് അല്ല അത് പ്രവർത്തിക്കുന്നത്. അത് പ്രകാശ ഊർജ തലത്തിലുള്ള ഒരു മറ്റൊരു ഡയമെൻഷനിലുള്ള ഒരു തലത്തിലാണ് ആ യൂണിവേഴ്സുകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ശരീരം എന്ന് പറയുമ്പോൾ ആ ശരീരം എൻ്റെ എന്ന് പറയണമെങ്കിൽ ഞാൻ ഉണ്ടായിരിക്കണം, ആ ഞാനിലേക്ക് കണക്റ്റഡ് ആവും. അതേപോലെ തന്നെ ഇപ്പോൾ ശരീരത്തിൻ്റെ കൈ ഒരു ഭാഗമാണ്, ഈ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ നമ്മളുടെ ആത്മാവിൻ്റെ, അതായത് കോൺഷ്യസ്നെസ്സിൻ്റെ ഭാഗം തന്നെയാണ് എൻ്റെ മനസ്സും. അപ്പോൾ പിന്നെ ആ കോൺഷ്യസ്നെസ്സിൻ്റെ നിയന്ത്രണമില്ലാതെ മനസ്സ്
അവിടെ ആ കോൺഷ്യസ്നെസ്സിൻ്റെ അറിവോടെ അല്ലാതെ ആ മനസ്സ് പ്രവർത്തിക്കില്ല. എപ്പോഴും നമ്മളുടെ കൈയൊക്കെ ചലിക്കുന്നുണ്ടാവാം, കാലുകൾ നമ്മൾ ചലിക്കുന്നുണ്ടാവാം, പക്ഷെ അത് നമ്മൾ അറിയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മളുടെ മനസ്സ് ചലിക്കുമ്പോഴും നമ്മൾ അറിയുന്നുണ്ടാവണം. അതിൻ്റെ ഓരോ ചിന്തകളും നമ്മൾ അറിയുന്നുണ്ടാവണം. അത് എൻ്റെ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ അത് എൻ്റെ എന്ന ആ ബോധത്തിലേക്ക് കണക്റ്റഡ് ആവും. അപ്പോൾ പിന്നെ ആ ഒരു വിറ്റ്നസ്, ആ ഒരു സാക്ഷിഭാവം എല്ലാത്തിനെയും അറിയുന്നുണ്ടാവും. ഓരോ ചിന്തയും തുടങ്ങുമ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോഴും അത് റൺ ചെയ്യുമ്പോഴും എല്ലാം ആ ഒരു സാക്ഷിഭാവം അതിനെ നോക്കിക്കാണുന്നുണ്ടാവും. അപ്പോൾ പിന്നെ അത് നിയന്ത്രണത്തിലായിരിക്കും സഞ്ചരിക്കുന്നത്. ആ നിയന്ത്രണത്തിലൂടെ സഞ്ചരിക്കുന്ന മനസ്സിൽ അധികം സഫറിങ് ഉണ്ടായിരിക്കില്ല. അവിടെ നമ്മൾ ആ പ്രസൻസ് ബീയിങ്സിനെ, ആ ഒരു ഈ നിമിഷം എന്നതിനെ നമ്മൾ അറിയാൻ തുടങ്ങും. ഈ നിമിഷം എന്നത് ഇപ്പോൾ കോസ്മിക് ആ ഒരു എനർജി നമ്മളിലേക്ക് ഫ്ലോ ആകുന്നുണ്ട് എങ്കിൽ നമുക്ക് ആനന്ദം അനുഭവപ്പെടും. അതായത് ഒരു പീസ് ആയിട്ടുള്ള അവസ്ഥ, ആനന്ദം, പീസ്, എമ്പതി, ഇത് നമ്മളുടെ മനസ്സിൽ നിന്ന് അല്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് മനസ്സിനെയും കടന്ന ഒരു എനർജിയാണ്. അപ്പോൾ മനസ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സന്തോഷം, സങ്കടം, ദുഃഖം, കരുണ, അല്ലെങ്കിൽ നമ്മളുടെ ഗിൽട്ടി ബോധം, ആങ്സൈറ്റി, ഡിപ്രഷൻ, സാഡ്, അസൂയ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ ഇമോഷൻസ്. പക്ഷേ പീസ് എന്ന് പറയുന്നത് ഒരു ഇമോഷൻ അല്ല, അതൊരു സ്റ്റേജാണ്, നാച്ചുറലായിട്ടുള്ള നമ്മളുടെ യഥാർത്ഥ സ്റ്റേജാണ്. പക്ഷെ അതിനെ നമുക്ക് അറിയാൻ സാധിക്കാത്തത്, അതിന് കാരണം മനസ്സ് നമ്മളുടെ ആ ഒരു യഥാർത്ഥ ബോധത്തിൻ്റെ നിയന്ത്രണത്തിലല്ലാതെ സഞ്ചരിക്കുമ്പോൾ ആ ബീറ്റ ഫ്രീക്വൻസിയിലേക്ക് വരുന്നത് കൊണ്ട്, ഹെവി ലോഡ് പോലെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ആ പീസ് ഒരിക്കലും അനുഭവിക്കാൻ സാധിക്കാതെ വരുന്നു. അപ്പോൾ എൻ്റെ മനസ്സ് എന്ന് ഞാൻ അവിടെ പറയുമ്പോൾ തന്നെ, അവിടെ ആ ഒരു ചിന്ത ഉണ്ടാകുമ്പോൾ തന്നെ എൻ്റെ നിയന്ത്രണത്തിലായി കഴിഞ്ഞു ആ മനസ്സ്. എൻ്റെ എന്ന് പറയുമ്പോൾ അത് ശരീരം അല്ല ഉദ്ദേശിക്കുന്നത്, ആ കോൺഷ്യസ്നെസ്, ആ ബോധത്തിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പരമമായ ആ സുപ്രീം കോൺഷ്യസ്നെസ്സിലേക്കും നമ്മൾ കണക്റ്റഡ് ആണ്, പ്രപഞ്ചബോധത്തിലേക്ക് നമ്മൾ കണക്റ്റഡ് ആവും. അപ്പോൾ ആ ഒരു പ്രപഞ്ച എനർജി നമ്മളിലൂടെ ഫ്ലോ ആകുമ്പോൾ നമുക്ക് എല്ലാത്തിനോടും അൺകണ്ടീഷണലായിട്ടുള്ള ഒരു ലവ്, ആ സ്നേഹം, അവർ എങ്ങനെയുള്ള വ്യക്തി ആയിക്കോട്ടെ, എത്തരത്തിലുള്ള വ്യക്തികളായിക്കോട്ടെ, അവരോട് നമുക്കൊരു വെറുപ്പ് അനുഭവപ്പെടില്ല. ആ ഒരു സമയത്ത് നമുക്ക് അൺകണ്ടീഷണലായിട്ടുള്ളൊരു സ്നേഹമാണ് അവരോട് അനുഭവപ്പെടുക. കോസ്മിക് എനർജി നമ്മളിലേക്ക് ഫ്ലോ ആകുന്നുണ്ട്, ലൈഫ് നമ്മളിലൂടെ ആ ഒരു ഫ്ലോ കറക്റ്റായിട്ട് ഫ്ലോ ആകുന്നുണ്ട് എങ്കിൽ, ഒരു തടസ്സവുമില്ലാതെ ഫ്ലോ ആകുന്നുണ്ട് എങ്കിൽ നമ്മൾക്ക് അൺകണ്ടീഷണലായിട്ടുള്ളൊരു ആനന്ദം ആയിരിക്കും മനസ്സിനെപ്പോഴും, പീസ് ആയിരിക്കും മനസ്സിനെപ്പോഴും. അപ്പോൾ മറ്റുള്ള ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ ജഡ്ജ് ചെയ്യില്ല. ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തി ആയിക്കോട്ടെ, നമ്മളിങ്ങനെയാണ്, നമ്മൾ എപ്പോഴും പ്യുവറാണ്, നമ്മൾ ആ ഒരു കോസ്മിക് എനർജീനെ ഫ്ലോ ചെയ്യാൻ അനുവദിക്കുന്നു. എൻ്റെ മനസ്സ് എൻ്റെ നിയന്ത്രണത്തിലാണ്. അതായത് ഞാൻ എന്നത് ഒരു പ്രവാഹം മാത്രമാണ്. എൻ്റെ ശരീരം എന്നതും എൻ്റെ എന്നതിൻ്റെ ഭാഗമാണ്, ആ ബോധത്തിൻ്റെ, ഞാൻ എന്ന ആ ബോധത്തിൻ്റെ ഭാഗമാണ്, പാർട്ടാണ്. അപ്പോൾ ആ പാർട്ട് ചലിക്കണമെങ്കിൽ ആ പാർട്ട് എൻ്റെ അറിവോട് കൂടിയിട്ടായിരിക്കും അത് ചലിക്കുന്നുണ്ടാവുക. അപ്പോൾ ഞാൻ, യഥാർത്ഥ ഞാൻ എന്ന ആ ബോധം നമ്മളിലേക്ക് നമ്മളെ വിറ്റ്നസ് ചെയ്യുന്നു. മനസ്സിനെയും, എൻ്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളെ നമ്മൾ അറിയാൻ സാധിക്കും. ആ കോൺഷ്യസ്നെസ്സിൽ നിന്ന് ഡിറ്റാച്ച്മെൻറ്റ് സംഭവിക്കുമ്പോഴാണ് മനസ്സിന് അസ്വസ്ഥത അനുഭവപ്പെടുന്നത്. കോൺഷ്യസ്നെസ്സിലേക്ക് കണക്റ്റ് ആകുമ്പോൾ മനസ്സ് ചെയ്യുന്ന ഓരോ ചിന്തയും ഓരോ ഇമോഷനും അത് സ്വയം വിറ്റ്നസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു സഫറിങ് അധികം അനുഭവപ്പെടില്ല. ഇപ്പോൾ ഏത് ഇമോഷൻ നമ്മളിൽ ഉണ്ടായാലും നമ്മളത് വിറ്റ്നസ് ചെയ്യുകയാണെങ്കിൽ അത് വിത്തിൻ സെക്കൻഡിൽ അതവിടെ ഇല്ലാതാകും. പക്ഷേ വിറ്റ്നസ് ചെയ്യാൻ സാധിക്കാത്ത വിധം നമ്മൾ ബീറ്റ ഫ്രീക്വൻസിയിലാണ് എങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എൻ്റെ മനസ്സ് എന്നുള്ള ആ ഒരു ചിന്ത വരുമ്പോൾ തന്നെ അതെൻ്റെ പാർട്ടായി കഴിഞ്ഞു, എൻ്റെ ആ ബോധത്തിൻ്റെ പാർട്ടായി കഴിഞ്ഞു.
ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ കൈ, കാല്, നമ്മളുടെ കണ്ണ്, ഇതൊക്കെ എന്ത് കാണണമെന്ന്, എന്ത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് എൻ്റെ ശരീരം, എൻ്റെ ബ്രെയിൻ അറിയുന്നുണ്ട്. അതേപോലെ തന്നെയാണ് യഥാർത്ഥ ഞാൻ എന്നതിൻ്റെ ആ ബോധത്തിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ ആ വിറ്റ്നസ്, അവെയർനെസ് അവിടെ ഉണ്ടായിക്കഴിയും. അപ്പോൾ അതറിയാതെ ഇതൊന്നും പ്രവർത്തിക്കാൻ കഴിയാത്തത് കൊണ്ട് അത് നിയന്ത്രണത്തിലായി ഇരിക്കും എപ്പോഴും. അപ്പോൾ നിയന്ത്രണമില്ലാതെ മനസ്സിൻ്റെ ചിന്തകളിലൂടെ കടന്നു പോകില്ല. എല്ലാ ചിന്തകളിലൂടെയും സഞ്ചരിക്കുമ്പോഴും നമ്മളതിനെ സാക്ഷിഭാവത്തിൽ അറിയുന്നുണ്ടാവും. അപ്പോൾ എൻ്റേത് എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സ്, എൻ്റെ ശരീരം, എൻ്റെ ആത്മാവ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ആത്മാവും എൻ്റെ മനസ്സും എൻ്റെ ശരീരവും എൻ്റെ കൈകളും എൻ്റെ കണ്ണും എന്ത് ചെയ്യുന്നു എന്ന് യഥാർത്ഥ കോൺഷ്യസ്നെസ് അറിയുന്നുണ്ടാവും. അപ്പോൾ ആ ബോധം അത് അറിയുന്നുണ്ടാവും. അപ്പോൾ അറിവോട് കൂടിയിട്ട് എന്ത് ചെയ്യുമ്പോഴും നമ്മൾക്കത് സഫറിങ് ആവില്ല, ഒരിക്കലും അത് സഫറിങ് ആവില്ല. അതൊരു എക്സ്പീരിയൻസ് മാത്രമായിട്ടായിരിക്കും നമ്മൾ അനുഭവിക്കുക. സഫറിങ് ആയിട്ട് നമ്മൾ അനുഭവപ്പെടില്ല നമ്മളിൽ. അപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ സഫറിങ് ചെയ്യുന്ന ആ മൈൻഡിന്, സബ് കോൺഷ്യസ് മൈൻഡിലാണ് ഈ ഇമോഷൻസൊക്കെ ഉണ്ടാകുന്നത്. മോസ്റ്റ്ലി ഇമോഷൻസിനും കാരണമായിരിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിൽ ആണ്. അത് ബിലീവ് സിസ്റ്റം, ഹാബിറ്റ്, നമ്മളിപ്പോൾ ഇത്രയും കാലം ജീവിച്ച് വന്നിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ, ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുമുട്ടിയിട്ടുള്ള വ്യക്തികൾ, സാഹചര്യങ്ങൾ, സിറ്റുവേഷൻസ്, ഇതൊക്കെ തന്നെയായിരിക്കും സബ് കോൺഷ്യസ് മൈൻഡിലുണ്ടായിരിക്കുക. അപ്പോൾ അതിൽ നിന്ന് ഏതെങ്കിലും ഒരു ചിന്തയായിരിക്കും നമ്മളോട് സെൽഫ് ടോക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവുക മനസ്സിൻ്റെ ഉള്ളിൽ. അപ്പോൾ അത് നമ്മൾ എൻ്റെ അല്ല എന്നുണ്ടെങ്കിൽ, എൻ്റെ ഭാഗമല്ല എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് നിയന്ത്രണമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാനാണ് അതിൻ്റെ ആ ഒരു എൻ്റെ പാർട്ടാണത് എന്ന് ഞാൻ തിരിച്ചറിയുന്ന നിമിഷം അത് കോൺഷ്യസുമായിട്ട് കണക്റ്റഡ് ആവും. അപ്പോൾ അവിടെ വിറ്റ്നസ് ചെയ്യപ്പെടും. എല്ലാത്തിനും ഒരു സാക്ഷി അവിടെ അറിയുന്നുണ്ടാവും. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡിൽ ഏതൊരു ഇമോഷൻ വന്നാലും, ഏതൊരു ഫീലിംഗ് വന്നാലും സബ് കോൺഷ്യസ് മൈൻഡ് എൻ്റെ ഒരു പാർട്ടാണ്. അതല്ല ഞാൻ, അത് മാത്രമല്ല ഞാൻ. ഇപ്പം എൻ്റെ കൈ, എൻ്റെ വിരലുകൾ, അത് മാത്രമല്ലല്ലോ ഞാൻ എന്ന് പറയുന്ന ഈ ശരീരം എന്നതുപോലെ തന്നെ ആത്മാവിൻ്റെ ആ ഒരു പാർട്ടാണ് ഈ മനസ്സ്, ചിന്ത, നമ്മളുടെ ഇൻ്റലക്ച്വൽ മൈൻഡ്, ബുദ്ധി, നമ്മളുടെ ഈഗോ, പേഴ്സണാലിറ്റി പോലും. നമ്മളുടെ പേഴ്സണാലിറ്റിയും നമ്മൾ തന്നെയാണ്. യഥാർത്ഥ ഞാൻ എന്നതിൻ്റെ ഭാഗമാണ്. പൂർണ്ണമായിട്ടും അതല്ല നമ്മൾ. ഇപ്പോൾ നമ്മളുടെ കൈയല്ല നമ്മളെന്ന് പറയുന്നത് പോലെ, ആ ശരീരത്തിൻ്റെ ഒരു പാർട്ട് മാത്രമാണല്ലോ കൈ എന്നതുപോലെ തന്നെ മനസ്സും ആ ഒരു പേഴ്സണാലിറ്റിയും ഒക്കെ എന്തിൻ്റെ ഭാഗമാണ്? യഥാർത്ഥ ഞാൻ എന്നതിൻ്റെ ഭാഗമാണ്. അപ്പോൾ എൻ്റെ മനസ്സ്, എൻ്റെ ചിന്ത എന്ന് ഞാൻ അവിടെ ഒരു സ്പോട്ടിൽ ഒരു അവെയർനെസ് ഉണ്ടാകുമ്പോൾ തന്നെ അതിലേക്ക് അത് കണക്റ്റ് ആവും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ നമുക്ക് ഡിറ്റാച്ച് ചെയ്തുകൊണ്ട്, നമുക്ക് വാച്ച് ചെയ്തുകൊണ്ട് ഉപയോഗപ്പെടുത്താൻ സാധിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ വളരെ എളുപ്പത്തിൽ ആ പീസ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അതിനൊരു എഫേർട്ട് കൊടുക്കുമ്പോൾ ആ ഒരു പീസ് എന്നൊരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരും. ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൻ്റെ ഉള്ളിൽ സഫർ ചെയ്തുകൊണ്ടിരുന്ന എല്ലാ സഫറിങ്ങിൻ്റെയും എൻഡായിരിക്കും അവിടെ സംഭവിക്കുക. അതാണ് നമ്മളുടെ യഥാർത്ഥ നാച്ചുറൽ സ്റ്റേറ്റ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നിന്നാണ് നമ്മൾ ഈ സഫറിങ്ങിലേക്ക് എൻ്ററാകുന്നത്. സഫറിങ്ങിലേക്ക് എൻ്ററായി കഴിയുമ്പോൾ നമുക്ക് പലപ്പോഴും അതിൻ്റെ ഉള്ളിൽ നിന്ന് വിട്ടുവരാൻ വളരെയധികം നമ്മൾ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. നമ്മളിൽ ഭയം ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും, ടെൻഷൻ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മൾ ഫിസിക്കൽ കണ്ടീഷനും വളരെ മോശമാകും. ആരോഗ്യം, ഇതെല്ലാം നമ്മൾക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എൻ്റെ മനസ്സാണ്. എൻ്റെ എന്ന് പറയുമ്പോൾ ശരീരത്തിൻ്റെ എന്ന് ഉദ്ദേശിക്കരുത്. ഈ ശരീരം എന്ന് പറയുന്നത് പോലും 7 സിമുലേഷൻ്റെ ഒരു പാർട്ട് മാത്രമാണ്. അന്നമയ ബോഡി എന്ന് പറയുന്നത് ഫിസിക്കൽ യൂണിവേഴ്സിലേക്ക് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗം മാത്രമാണ് ശരീരം. അതേപോലെ മനസ്സ് എന്ന് പറയുന്നത് മനോന്മയ ലോകത്തിലേക്ക് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗം മാത്രമാണ്. നമ്മളുടെ ഇൻ്റലക്ച്വൽ ബോഡി എന്ന് പറയുന്നത് ആ ഇൻ്റലക്ച്വൽ യൂണിവേഴ്സിലേക്ക്, സൈക്കോളജിക്കൽ യൂണിവേഴ്സിലേക്ക് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഭാഗം മാത്രമാണ്. അതേപോലെ നമ്മളുടെ ആത്മാവ് എന്ന് പറയുന്നത് ആ ഒരു ആനന്ദ
ലോകത്തിലേക്ക് കണക്ട് ചെയ്ത് നിൽക്കുന്ന ആ ഒരു ബ്ലിസ്, ആ ഒരു ആനന്ദ ലോകത്തിലേക്ക് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു പാർട്ട് മാത്രമാണ് ആ സോൾ പോലും. അതിനപ്പുറത്തേക്ക് നമ്മളുടെ യഥാർത്ഥ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് യഥാർത്ഥ ഞാൻ അവിടെയാണ് ഉള്ളത്. അതിൻ്റെ പാർട്ടുകളാണിതെല്ലാം, ഈ ശരീര ഭാഗങ്ങളെല്ലാം. നമ്മളുടെ ഫിസിക്കൽ ബോഡി പോലും ആ ഒരു പാർട്ട് മാത്രമാണ്. അപ്പോൾ ഇത്രയും പാർട്ടും അലൈൻമെൻറ്റിലേക്ക് വരുമ്പോൾ മാത്രമാണ് കോസ്മിക് എനർജി നമ്മളിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ആകുള്ളൂ. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഫ്ലോ ആകുന്നുണ്ട് എങ്കിൽ നമുക്ക് എല്ലാവരോടും എല്ലാത്തിനോടും അൺകണ്ടീഷണലായിട്ടുള്ള ഒരു സ്നേഹം അനുഭവപ്പെടും. അതേപോലെ ജഡ്ജ്മെൻറ്റ് ഉണ്ടാവില്ല. ആ വ്യക്തി എങ്ങനെയുള്ള വ്യക്തി ആയിക്കോട്ടെ, ആ വ്യക്തിയെക്കുറിച്ച് നമുക്ക് യാതൊരു ജഡ്ജ്മെൻറ്റും ഉണ്ടാവില്ല. നമ്മളെപ്പോഴും ആ ഒരു അൺകണ്ടീഷണലായിട്ടുള്ള സ്നേഹത്തോടെ ആയിരിക്കും അവിടെ ബിഹേവ് ചെയ്യുന്നുണ്ടാവുക. എല്ലാം ഞാൻ തന്നെയാണ് എന്നുള്ള ഒരു ബോധത്തിലേക്ക് നമ്മളെത്തും. ഞാൻ എന്ന് പറയുമ്പോൾ യഥാർത്ഥ ഞാൻ, എൻ്റെ ഉള്ളിലുള്ള ഞാനും അവരുടെ ഉള്ളിലുള്ള ഞാനും എല്ലാം ഒന്ന് തന്നെയാണ്. അപ്പോൾ ഞാൻ എന്നത് ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ഒന്നിൻ്റെ വിവിധ രൂപങ്ങൾ മാത്രമാണ് നമ്മളുടെ പുറത്ത് കാണുന്ന എല്ലാ വസ്തുക്കളും, വ്യക്തികളായാലും എല്ലാ സാഹചര്യങ്ങളായാലും ഏതൊരു ചിന്ത പോലും അതിൻ്റെ പാർട്ട് മാത്രമാണ്, അതിൻ്റെ വിവിധ രൂപങ്ങൾ മാത്രമാണ്. അപ്പോൾ യഥാർത്ഥ ഞാൻ ഒന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്നതിൻ്റെ ഭാഗമായി കഴിയുമ്പോൾ, അലൈൻമെൻ്റ് ആയി കഴിയുമ്പോൾ, നമ്മൾ ആ കോസ്മിക് എനർജി നമ്മളിലൂടെ കറക്റ്റായിട്ട് ഫ്ലോ ആകുമ്പോൾ നമുക്ക് ആ ഒരു ബ്ലിസ് സ്റ്റേജ്, ആനന്ദം കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കാൻ തുടങ്ങും. അതേപോലെ നമ്മൾ പ്രസൻറ്റ് മൂമെൻറ്റിൽ, ഈ നിമിഷത്തിലായിരിക്കും ലൈഫ് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടാവുക. ഇമോഷൻസൊക്കെ നമ്മളിൽ ഉണ്ടാവുന്നുണ്ടാവാം, സങ്കടം നമുക്ക് അനുഭവപ്പെടാം. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് മാത്രമായിട്ടായിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക. ആ സങ്കടത്തിൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നമുക്ക് കിട്ടും. പക്ഷേ നമ്മളതിനെ വിറ്റ്നസ് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഒരു എക്സ്പീരിയൻസ് പോലെ മാത്രമാണ് അനുഭവപ്പെടുള്ളൂ. അപ്പോൾ ഇമോഷൻസ് എല്ലാം സംഭവിക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ് മോസ്റ്റ്ലി, കൂടുതലും. അപ്പോൾ ആ ഇമോഷൻസ് നമ്മളുടെ നിയന്ത്രണത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് എൻ്റെ മനസ്സാണ്, എൻ്റെ ശരീരമാണ്, എൻ്റെ ആത്മാവാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ എല്ലാ ബോഡിയും അലൈൻമെൻറ്റിലേക്ക് വരും. ആ അലൈൻമെൻറ്റ് സംഭവിക്കുമ്പോഴാണ് കോസ്മിക് എനർജി കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിലേക്ക് ഫ്ലോ സംഭവിക്കുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും, നമ്മൾ ഇത്രയും കാലം കണ്ടിരുന്ന എല്ലാ വസ്തുക്കളിലും വളരെ ഒരു ആശ്ചര്യമായ ഒരു ഭംഗിയും ഒരു സന്തോഷവും എല്ലാം, ഒരു നിഷ്കളങ്കതയും അതേപോലെ ഒരു ശാന്തതയും അവിടെ നമുക്ക് അനുഭവപ്പെടും. അപ്പോൾ നമുക്ക് എല്ലാത്തിനോടും അൺകണ്ടീഷണൽ ലവ്, സ്നേഹം, ആ ഒരു ഇതിലൂടെ നമുക്ക് ഫ്ലോ ചെയ്യാൻ പറ്റും. ലൈഫ് കറക്റ്റായിട്ട് നമ്മളിലൂടെ ഫ്ലോ ചെയ്യപ്പെടും. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.